ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ ഒപ്പം തന്നെ മുന്നണികളുടെ പ്രതീക്ഷകൾ അടക്കമുള്ള കാര്യങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കണ്ണൂരിൽ നിന്നും സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, KPCC അധ്യക്ഷൻ മത്സരിച്ച ഒരു മണ്ഡലം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ വലിയ തരത്തിലുള്ള ആര് മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള അങ്കലാപ്പ് ആ മണ്ഡലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ജയരാജൻ CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ അവിടെ ഇരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇരു മുന്നണി നേതാക്കളും ഉള്ളത്. എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷകൾ മൂന്ന് മുന്നണികളും പങ്കുവയ്ക്കുന്നത് കണ്ണൂരിൽ? സിജു, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. ഇരു മുന്നണികളും ഈ തിരഞ്ഞെടുപ്പിന് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് LDF UDF മുന്നണികളെ മാറി മാറി തുണച്ചിട്ടുള്ള മണ്ഡലം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം ഇപ്പോഴും എന്തായിരിക്കും എന്നുള്ളത് പ്രവചനാതീതമായി തന്നെ നിലനിൽക്കുകയാണ്. എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നിട്ടുള്ള അഭിപ്രായ സർവേകളിലും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള എക്സിറ്റ് പോളുകൾ െല്ലാം LDFന് കണ്ണൂരിൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ ഒന്നുകിൽ വിജയസാധ്യതയോ അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് മത്സരമോ ഒരേ വോട്ടിംഗ് ശതമാനമോ വരുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന കാര്യം. അതേസമയത്ത് മുന്നണികളുടെ പ്രതീക്ഷകൾ LDF വച്ചു പുലർത്തുന്ന പ്രതീക്ഷ ഏറ്റവും പ്രധാനമായും ഇത്തവണ ഒരു വർഗീയതയ്ക്കെതിരായ ശക്തമായിട്ടുള്ള വികാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതേതര വോട്ടുകൾ LDFന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലഭിക്കാത്ത ഈ മതേതര വോട്ടുകൾ, വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഇത്തവണ LDFന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം LDF ക്യാമ്പിലുണ്ട്. രണ്ടാമതായി LDFന് നൽകുന്ന ആത്മവിശ്വാസം, അത് ഈ പ്രചരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വമെല്ലാം പ്രഖ്യാപിച്ച് വളരെ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. അത് പൊതുവെ വിലയിരുത്തപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തപ്പെട്ട കാര്യമാണ് കണ്ണൂർ ജില്ലയിലുണ്ടായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടായിട്ടുള്ള LDFൻ്റെ ആ ഒരു മുന്നേറ്റം. മൂന്നാമതായി LDF വച്ചു പുലർത്തുന്ന പ്രധാനപ്പെട്ട പ്രതീക്ഷ, MP എന്നുള്ള രീതിയിൽ K സുധാകരൻ ഒരു പരാജയമായിരുന്നു എന്നുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ LDFന് സാധിച്ചു. അത് വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ K സുധാകരനെതിരായിട്ടുള്ള ഒരു വികാരം വോട്ടായി LDFന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ LDF ക്യാമ്പിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മലയോര മേഖലയിൽ, അതായത് UDFന് 2 മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അത് ഇരിക്കൂറും പേരാവൂരുമാണ്. ഈ 2 സ്ഥലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് പ്രവചനാതീതമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഈ മലയോര മേഖലയിൽ ഈ ഒരു K സുധാകരനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ LDFനുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മാനദണ്ഡങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് LDF ഒരു വിജയപ്രതീക്ഷ ഇത്തവണ വച്ചു പുലർത്തുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ LDF വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കണ്ണൂരായിരിക്കാം. അതേസമയം തന്നെ UDF ക്യാമ്പിലും പ്രതീക്ഷകളിൽ തന്നെയാണുള്ളത്. UDF അവരുടെ പ്രതീക്ഷ പങ്കുവെക്കുന്നത്, പരമ്പരാഗതമായി കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കൂടുതൽ തവണ UDFനെ പിന്തുണച്ച മണ്ഡലമാണ് എന്നുള്ളതാണ്. സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പോളിംഗ് ശതമാനം കുറഞ്ഞത്, കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്കാണ് നഷ്ടം വരുത്തുക, ആർക്കാണ് ഗുണകരമാകുക എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.